ഞാൻ അറിഞ്ഞു, കാട്ടിൽ നമുക്കിരയാകാൻ 2 മനുഷ്യ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ നിനക്കും മണമടിച്ചോ? മണമടിച്ചതൊന്നുമല്ല, ആ ചുടായിപ്പൻ കുറുക്കൻ പറഞ്ഞതാ. അതെയോ? എന്തായാലും 2 പേരുള്ളത് നമുക്ക് സൗകര്യമായി അല്ലേ? നമ്മൾ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ പുള്ളിമാനിന്റെ അടുത്തേക്കാ. അവന് ഞങ്ങളുടെ ചങ്ങാതിയാ. ഇതെന്താ ഒരു ശ്മശാന മൂകത? ആരെയും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഒരു വിഷമം പോലെ. നിന്റെ ചങ്ങാതിമാരൊക്കെ എവിടെ? അവരൊക്കെ കാട് വിട്ടുപോയി. ചിന്നൻ കുരുവിയും മിട്ടുപൂമ്പാറ്റയും വഴക്കായി. അവര് കാട് വിട്ട് ഗ്രാമത്തിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കുമായി. അത് ശരി. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവർ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കൂടെ 2 ചങ്ങാതിമാരുണ്ട്. ഇതാരൊക്കെയാ ചിന്ന? ഇവർ ഗ്രാമത്തിലാ. നമ്മുടെ കാട് കാണാൻ വന്നതാ. ആശാനെ, ഇവന്മാരെ ആ പുലിക്ക് ഇരയാക്കിയാൽ നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ. വിശപ്പ് മാറുമടാ. മനസ്സിന്റെ വിശപ്പ്. കുറെ കാലമായി മുഴുവൻ ഉടായിപ്പൻ പരിപാടികളും പാളിപ്പോകുമല്ലേ. ഇതെങ്കിലും ഒന്ന് നടക്കുമോ എന്ന് നോക്കാം. ഇയാൾക്ക് വട്ടാണെന്നാ തോന്നുന്നത്. എനിക്കിപ്പോ മനസ്സിനല്ല വിശപ്പ്, വയറിനാ. നല്ല വിശപ്പുണ്ടോ? നീ ഒരു കാര്യം ചെയ്. കുറച്ച് സമയം കൂടി വിശപ്പ് സഹിക്ക്. ശരി, കുറച്ച് സമയം കഴിഞ്ഞാ വല്ലതും തരുമോ? എന്ത് തരാൻ? ഒരു 2 മണിക്കൂർ വിശപ്പ് സഹിച്ചിരുത്താൽ വയറിൽ ഗ്യാസ് കയറും. പിന്നെ വിശക്കില്ല. ഞാനെങ്ങനെയാ ചെയ്യാറ്? ആശാനേ, ഒരു വളിച്ച തമാശ. ഒരു എലി പോകുന്നുണ്ട്. പോയി വിശപ്പ് മാറ്റടേ. ഡേയ്, ഒന്നവിടെ നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഓ, നീയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ ആരെങ്കിലും തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. നീ കാര്യം പറ, എനിക്ക് തിരക്കുണ്ട്. അത് പിന്നെ അയ്യോ, എൻ്റെ അമ്മച്ചി. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് കാട് ഭരിച്ചിരുന്ന കാട്ടുരാജാവിന്റെ വാസസ്ഥലമായിരുന്നു ഇത്. അയ്യേ, ഈ അവിഞ്ഞ ഗുഹയിലാണോ രാജാവ് താമസിക്കുന്നത്? രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ വലിയ കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോ രാജാവിന്റെ ഗുഹയല്ല, കരടിയപ്പൂപ്പനാ ഇവിടെ താമസിക്കുന്നത്. ഈ കാട്ടിലെ എല്ലാ പക്ഷിമൃഗാദികളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മൃഗമാണ് കരടിയപ്പൂപ്പൻ. അപ്പൂപ്പനിപ്പോ 97 വയസ്സുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്.